നിഫ്റ്റി ഇന്ന് നന്നായിട്ട് ഗ്രീനിലാണ്. ഏറ്റവും ഡീപ്പായി പോയ സിനാരിയോയിൽ ഡീപ്പായി പോയതിനേക്കാൾ 2000 പോയിൻറ്റോളം ആണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഇതിനകം ഷോർട്ട് ടൈം ടാർഗറ്റ് ഉള്ളവർക്ക് ലാഭമെടുക്കാൻ പറ്റിയിട്ടുണ്ടാകാം. പക്ഷേ നിഫ്റ്റി 50-യിലെ പലതും ഇപ്പോഴും 20p-യിൽ താഴെയാണ്. താഴെ പറയുന്നതൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, സോളിസിറ്റേഷൻ അല്ല, അത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. കോൾ ഇന്ത്യയും ONGC ഇപ്പോഴും 10-ൽ താഴെയാണ് പിയിൽ നിൽക്കുന്നത്. 15-ൽ താഴെയുള്ളത് ITC, ഹിൻഡാൽകോ, SBI, ആക്സിസ്, വിപ്രോ എന്നിവയാണ്. 20-ൽ താഴെ 15-ൽ മുകളിലായിട്ട് നിൽക്കുന്നത് NTPC, കോട്ടക് മഹീന്ദ്ര, HDFC ബാങ്ക്, ICICI, TCS, പവർ ഗ്രിഡ്, ഇൻഫോസിസ്. ഇതൊക്കെ സ്റ്റഡി പർപ്പസിന് വേണ്ടി പറയുന്നതാണ്. എന്താണെങ്കിലും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്ററുടെ അഡ്വൈസോട് കൂടി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതെല്ലാം നിഫ്റ്റി 50-യിലുള്ളതാണ്. അതാണത് ഞാനിവിടെ എടുത്തു പറയാൻ കാര്യം. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഇന്ന് ഗ്രീനിൽ അത് നിലനിർത്താനായിട്ട് നിഫ്റ്റിക്ക് പറ്റിയത്. റുപ്പി ഒരുമാതിരി സ്റ്റേബിളാണ്. അത് തന്നെയല്ല, നമ്മുടെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു IMFൻ്റെ ഒരു ഇൻഫർമേഷൻ. ഈ നിലയിൽ തന്നെ നമുക്ക് പല പ്രൈസും ഇനി ഭാവിയിൽ കിട്ടാൻ സാധ്യത ഇല്ലാത്ത ഒരു റിക്കവറിയിലേക്ക് പോകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു നോട്ടത്തിൽ ഏപ്രിൽ എൻഡോടുകൂടി ഏകദേശം ഒരു പഴയ നിലവാരത്തിലേക്ക് നിഫ്റ്റി 50 പോവുകയും വാർ എന്നത് ഒരു ന്യൂ നോർമലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേബിൾ സ്റ്റേജിലേക്കോ അത് എത്തുകയും ചെയ്യും. പിന്നെ ലോങ് ടൈമിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു റോബോ ടാക്സീസിൻ്റെ ഒരു ഇൻഫർമേഷൻസ് പറയാം. ഇപ്പം വൈമോ എന്ന് പറയുന്നത്, അതായത് ഗൂഗിളിൻ്റെ ഒരു റോബോ ടാക്സിയാണ് ഇപ്പം മുന്നിൽ നിൽക്കുന്നത് ലീഡറായിട്ട്. ഊബർ ഉണ്ട്, പിന്നെ ടെസ്ല അതിൻ്റെ ഡേറ്റ മാനേജ്മെൻറ്റിൽ ഒരു കിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾ ഗിഫ്റ്റ് സിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീക്കെൻഡിൽ ഒരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു.